സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ മാത്സ് +1 എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഈ പേപ്പർ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ആവറേജ് ഇട്ടുണ്ടെന്നതിന് ഫുൾ മാർക്ക് ഒരിക്കലും ആഗ്രഹിക്കാം, മീൻസ് ഒരിക്കലും കഴിക്കുന്നില്ല. ഞാനിതിൽ എനിക്ക് നോക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചു, ആദ്യം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു 50% ഓക്കെ പീപ്പിൾ, ബട്ട് പിന്നീട് ഞാൻ ഒന്നും കൂടി നോക്കുന്ന സമയത്ത് ഓരോ ആൻസർ ചെയ്യുമ്പോൾ എനിക്ക് A കിട്ടുന്നുണ്ട്, പക്ഷെ B കിട്ടുന്നില്ല. എന്ത് ചെയ്യേണ്ടതെന്നും പറയാനും പറ്റുന്നില്ല. എനിക്കിപ്പോൾ തന്നെ ഫുൾ എൻ്റെ മാർക്ക് കുറഞ്ഞു. എനിക്കാണെങ്കിൽ മോഡൽ എക്സാമിനാണെങ്കിലും ക്രിസ്മസിലാണെങ്കിലും ഉണ്ടായിട്ടില്ല മാർക്ക്. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയൊക്കെ കഴിയുന്ന എത്രയോ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ബട്ട് ഭയങ്കരത്തിൽ തന്നെ ഇതാക്കിയാൽ എനിക്ക് ട്രിഗ്നോമെട്രി, എനിക്ക് ഇക്വേഷൻസൊക്കെ അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രിഗ്നോമെട്രി ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇന്ന് വന്ന ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അതിലൊന്നും അറിയത്തില്ല. ആൻഡ് ഓൾസോ ലിമിറ്റ്സ്, ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇത് ലിമിറ്റ്സും ആൻഡ് ട്രിഗ്നോമെട്രിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും എൻ്റെ തെറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയത് പറയുകയാണെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ്, ആകെ എനിക്ക് സമാധാനം തന്നത് സെറ്റ്സും പിന്നെ അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും. ആ രണ്ടിന്ന് മാത്രം വന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് നേരോടൊരു ഫില്ല് ചെയ്യാൻ പറ്റിയത്. ബാക്കിയെല്ലാം എന്നെ ഭയങ്കരത്തിൽ കുഴപ്പിച്ചു. ഇപ്പോൾ എനിക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ എൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഞാൻ എഴുതിയത് -6 ആണ്, ആൻസർ -7 ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ എനിക്ക് B ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റി. എനിക്ക് അറിയാം, പക്ഷേ അവിടെ എത്തിയിട്ടാകുമ്പോൾ ഫുൾ എൻ്റെ പോയി. അപ്പോൾ പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ഫുള്ള് തെറ്റ്. പിന്നെ അതിൽ ഞാൻ ഇക്യു ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ ശ്രദ്ധിച്ചിട്ട്, അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു വേർഡ് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ എൻ്റെ B പോയി. A ആണെങ്കിൽ എനിക്ക് ആൻസർ അറിയില്ല ഓൾറെഡി. അപ്പോൾ ഞാൻ ജസ്റ്റ് 0 എഴുതിയിട്ട് വെച്ചു. അപ്പോൾ ആൻസർ 0 തന്നെയാണ്. ഇനി 8ൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് B എൻ്റെ തെറ്റാണ്, ഇക്വേഷൻ എൻ്റെ ശരിയില്ല. പിന്നെ എനിക്കറിയാം, പക്ഷേ അവിടെ പോയിട്ട് എക്സാം ഹാളിൽ എത്തിയിട്ടാകുമ്പോൾ എന്തേ ആയി ഇല്ലെങ്കിൽ എന്ത് എനിക്ക് സംഭവിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ മാത്സ് തന്നെ ഭയങ്കരത്തിൽ കുഴപ്പിച്ചു. മാർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഒട്ടും ഇതില്ല. പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓൺലി ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ എനിക്ക് രക്ഷ. എങ്ങനെയെങ്കിലും മാത്സിലൊരു ഡബിൾ പാസ്സെങ്കിലും ആവണേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. 10ാം ക്ലാസ് വരെ എനിക്ക് വേറെ എന്തെങ്കിലും മാർക്കില്ലെങ്കിലും എനിക്ക് മാത്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് നേരെ +1 വരുമ്പോൾ ഫുള്ള് തെറ്റി. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഈ 17th ക്വസ്റ്റ്യനിൽ എനിക്ക് എൻ്റെ C ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ട്രിഗ്നോമെട്രി നമുക്ക് ആംഗിൾസ് വെച്ചിട്ടുള്ളത് എനിക്കറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ ലിമിറ്റ്സ് എൻ്റെ അതിൽ തെറ്റാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും മൂന്നാമത്തെ സെക്ഷൻ 3യിൽ എനിക്ക് എന്തായാലും നല്ല മാർക്ക് കുറയും. 6 മാർക്ക് വെച്ചിട്ട് എന്തായാലും കുറയും. അതേപോലെ സെക്ഷൻ 2ലാണെങ്കിൽ അവിടെ നല്ല മാർക്കിന് വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ കൂട്ടി നോക്കി, ജസ്റ്റ് ChatGPT പിന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ ആൻസർ കീ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ വെച്ചിട്ട് ഞാൻ കൂട്ടി നോക്കി. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തിനാ ഈ ഒരു നമുക്ക് ഇങ്ങനത്തെയൊക്കെ എക്സാം ഇടുന്നത് എന്നാണ് മനസ്സിലാത്തത്. എല്ലാവരുടെ ആഗ്രഹം ജസ്റ്റ് full A+ വാങ്ങുക, അവരുടെ പാരൻസിനെ പ്രൗഡാക്കുക എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്തിനാ ഇങ്ങനത്തെ എക്സാം ഇടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മളെ ഭാഗത്തും ഉണ്ടാകും തെറ്റ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോയില്ല. നമ്മൾ ഈ 10ന്ന് നേരെ വന്നിട്ടാകുമ്പോൾ നമുക്ക് ആ വേരിയേഷൻ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. സോ നമ്മളെയും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഇതാണ് എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഒന്നും കൂടി പറയുകയാണ്, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.